ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ വീക്കിലെ അപ്ഡേറ്റിന് ശേഷം ഒരുപാട് പേർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഡൗട്ടാണ്. നമ്മുടെ ഈ വീക്കിൽ അവൈലബിൾ ആയിട്ടുള്ള മാനേജർ പാക്ക് ആയിട്ടുള്ള ജോസെ മൊറീനോ എന്നുള്ള ഒരു മാനേജർ പാക്ക് എടുക്കണോ, അതോ നമ്മുടെ ഗെയിമിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ റൈക്കാർഡിന്റെ ഈ ഒരു മാനേജർ പാക്ക് എടുക്കണോ എന്നുള്ള ഡൗട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മാനേജർ പാക്കും വരുന്നത് ലോങ് ബോൾ കൗണ്ടറാണ്. സോ ലോങ് ബോൾ കൗണ്ടർ നല്ലൊരു മാനേജർ നോക്കി നടക്കുന്ന അല്ലെങ്കിൽ കോയിനും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഡൗട്ട് തന്നെയാണ് ഈ രണ്ട് മാനേജറിൽ ആരെടുക്കണം എന്നുള്ളത്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു കമ്പാരിസൺ, അതുപോലെ ഏത് മാനേജർ എടുക്കുന്നതാണ് വർത്താവുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നേരെ വീഡിയോ. I'm sick of all the bad thoughts, people who are half-nots. You are not as tough as സോ ഗൈസ്, നമുക്ക് ഈ വീക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ജോസെ മൊറീനോയുടെ ഈ ഒരു മാനേജർ പാക്കിനെ പറ്റി നോക്കാം. ഇതിൽ നിങ്ങൾക്ക് കാണാം 500 കോയിൻ കൊടുത്താലാണ് നമുക്ക് ഈ ഒരു മാനേജർ പാക്ക് സൈൻ ചെയ്യാൻ സാധിക്കുക. ഓഫ് കോഴ്സ് നമ്മുടെ റൈക്കാർഡിന്റെ മാനേജർ പാക്കും ഇതേ 500 കോയിൻ ആണ് നമുക്ക് അവൈലബിൾ ആയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് മാനേജർ പാക്ക് തമ്മിലുള്ള കമ്പാരിസൺ ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ കോണ്ടന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഈ ഒരു മാനേജർ പാക്ക് പ്ലസ് അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാം 10ഓളം ട്രെയിനിങ് പ്രോഗ്രാമും കിട്ടുന്നുണ്ട്. സാധാരണയായിട്ട് വരുന്നത് തന്നെയാണ്. സോ നമുക്ക് മാനേജറിനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ലോങ് ബോൾ കൗണ്ടറിൽ 88 പ്രൊഫഷൻസി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട് വൈഡിലും 88 കിട്ടുന്നുണ്ട്. രണ്ട് ടാറ്റിക്സിൽ നമുക്ക് 88 വെച്ചിട്ട് തന്നെ മാനേജറെ നമുക്ക് കളിപ്പിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ടാക്ലിങ്ങിനാണ് ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. +1 ടാക്ലിങ്ങിനാണ്, ഡിഫൻസീവ് ആയിട്ടുള്ള എബിലിറ്റിയാണ് ഈ ഒരു മാനേജർക്ക് കൂടുതലായിട്ടും കിട്ടുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ റൈക്കാർഡിന്റെ മാനേജർ പാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം റൈക്കാർഡ് 500 കോയിനാണ് നമുക്ക് കിട്ടുക. കോണ്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ സെയിം ആണ്. നമുക്ക് 10ഓളം ട്രെയിനിങ് പ്രോഗ്രാമും അതുപോലെ തന്നെ ഒരു മാനേജർ പാക്കുമാണ് കിട്ടുന്നത്. സിംഗിൾ ബൂസ്റ്റർ ആണ്. നമുക്കിവിടെ കാണാം റൈക്കാർഡിന് കിട്ടുന്നത് ലോങ് ബോൾ കൗണ്ടറിന് 88ഉം അതുപോലെ തന്നെ പൊസഷൻ ഗെയിമിന് 88ഉം ആണ് കിട്ടുന്നത്. അവിടെ ഔട്ട് വൈഡിനാണ് 88 കിട്ടുന്നുണ്ടെങ്കിൽ ലോങ് ബോൾ കൗണ്ടറിന്റെ കൂടെ ഔട്ട് വൈഡിനാണ് 88 കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പൊസഷൻ ഗെയിമിനാണ് 88 കിട്ടുന്നത്. സോ ഇവിടെ നമുക്ക് നമ്മുടെ റൈക്കാർഡിന്റെ ബൂസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ലോ പാസിനാണ് റൈക്കാർഡിന് ബൂസ്റ്റർ കിട്ടുന്നത്. അവിടെ നമുക്ക് ടാക്ലിങ്ങിനാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ റൈക്കാർഡിന്റെ കേസിൽ ലോ പാസിനാണ് നമുക്ക് ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സ്റ്റാറ്റ് വെച്ചിട്ട് ഈ രണ്ട് മാനേജർ പാക്കും കമ്പാരിസൺ ചെയ്താൽ അറിയാൻ സാധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ബേസിക്കലി ഈ രണ്ട് മാനേജറെയും സൈൻ ചെയ്യുന്ന ആൾക്കാർ ലോങ് ബോൾ കൗണ്ടർ ടാറ്റിക്സിനെ നോക്കുന്ന ആളായിരിക്കും. സോ നമുക്ക് നേരെ നമ്മുടെ ലോങ് ബോൾ കൗണ്ടറിനെ പറ്റി നോക്കാം. ലോങ് ബോൾ കൗണ്ടറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ടാറ്റിക്സ് വരുന്നത് ഓപ്പോണന്റിനെ നന്നായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യിപ്പിച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഒരു ചാൻസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ ഒരു ത്രൂവും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ പാസിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഗെയിം പ്ലാൻ അല്ലെങ്കിൽ ഒരു ടാറ്റിക്സ് ആണ് ഈ പറയുന്ന ലോങ് ബോളും കാര്യങ്ങളൊക്കെ. നമ്മൾ മാനേജർ റിവ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലോങ് ബോളിനെ പറ്റി ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. സോ നമുക്കിവിടെ ജോസെ മൊറീനോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബൂസ്റ്റർ നോക്കുവാണെങ്കിൽ ടാക്ലിംഗ് ആണ്. ടാക്ലിംഗ് ഓഫ് കോഴ്സ് നമുക്ക് ഡിഫൻസീവ് ആയിട്ടുള്ള പ്ലേസിന് വരുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു എബിലിറ്റിയാണ് ടാക്ലിംഗ് എന്ന് പറയുന്നത്. നമുക്ക് 99ഓളം ഈ പറയുന്ന ബുസ്കസിന് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ നമ്മുടെ ഗെയിം പ്ലാൻ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് മെയിനായിട്ട് 4ഓളം പ്ലേസ് അല്ലെങ്കിൽ 5ഓളം DMFനെ ഉൾപ്പെടെ നോക്കുവാണെങ്കിൽ 5ഓളം പ്ലേസിനാണ് ഈ പറയുന്ന ടാക്ലിങ്ങിനെ കൊണ്ട് ആവശ്യമുള്ളത്. സോ നമ്മൾ ഈ പറയുന്ന ജോസെ മൊറീനോനെ സൈൻ ചെയ്ത് കളിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടെ കാണുന്ന ഡിഫൻസീവ് ആയിട്ടുള്ള പ്ലേസിനാണ് ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. നമുക്ക് അറ്റാക്കിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മെസ്സി എടുത്തു കഴിഞ്ഞാൽ ടാക്ലിംഗ് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാം യെസ് ടാക്ലിംഗ് 46 ആണ്. ഇത് നമുക്ക് ഗെയിമിലേക്ക് വരുമ്പോൾ 47 ആണ്. ജോസെ മൊറീനോട്ട് കളിക്കുന്ന ടൈമിൽ 47 ആണ്. നമുക്കൊരു പ്ലെയറിന്റെ എബിലിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ റെഡിൽ കാണുന്ന ഒരു എബിലിറ്റിയും നമുക്ക് 1-2 പോയിന്റ് ഒന്നും കൂടിയിട്ട് ഒരു കാര്യമില്ല. നമുക്കൊരു 80 അബോ അല്ലെങ്കിൽ ഒരു 75 അബോങ്കിലും നമുക്ക് ആ ഒരു എബിലിറ്റി കിട്ടിയാൽ മാത്രമേ ഗെയിമിൽ നമുക്കത് ഫീൽ ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ജോസെ മൊറീനോയുടെ ഈ ഒരു ബൂസ്റ്റർ വെച്ചിട്ട് നമുക്ക് അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് ഒരു കാര്യമില്ല. നേരെ മറിച്ച് നമ്മുടെ റൈക്കാർഡിനെ എടുത്തു കഴിഞ്ഞാൽ റൈക്കാർഡിന് വരുന്നത് ലോ പാസ് ആണ്. ലോ പാസ് നമ്മുടെ ഓഫ്കോഴ്സ് നമ്മുടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിനാണ് പാസിംഗ് കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്നത്. എന്ത് തന്നെയായാലും നമുക്ക് CBയിൽ എടുത്തു കഴിഞ്ഞാൽ CBയിൽ നമ്മുടെ റൈക്കാർഡിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് ലോ പാസ് 79 വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിക്കംബോറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന ബുസ്കറ്റ്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ലോ പാസ് ഇവിടെ കാണാൻ സാധിക്കും. ലോ പാസ് 97 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടലി നോക്കുവാണെങ്കിൽ നമ്മുടെ ലോ പാസിനെ കൊണ്ട് തീർച്ചയായിട്ടും ഗെയിമിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ അറ്റാക്കേഴ്സിന് മാത്രമല്ല ഡിഫൻസീവ് കളിക്കുന്ന പ്ലേയേഴ്സിനും ലോ പാസ്. ഇവിടെ നമ്മുടെ LB കളിക്കുന്ന ആൽബയുടെ ലോ പാസ് നോക്കിക്കഴിഞ്ഞാൽ 86 ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ലോ പാസ് നമുക്ക് അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് മാത്രമല്ല ഈ ഒരു ബൂസ്റ്റർ കിട്ടുന്നതിനെ കൊണ്ട് നമുക്ക് നമ്മുടെ ഗെയിം പ്ലാനിലുള്ള 10ഓളം പ്ലേയേഴ്സിനും ഈ പറയുന്ന ലോ പാസിനെ കൊണ്ട് കാര്യമുണ്ട്. ആ ഒരു എബിലിറ്റി 75ന് മുകളിൽ വരുന്ന എബിലിറ്റിയാണ് നമുക്ക് ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഗെയിമിൽ ആ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു +1 ബൂസ്റ്ററിന്റെ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ലോങ് ബോൾ കൗണ്ടറിന്റെ പ്രത്യേകതയായിട്ടുള്ള പാസിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ടാക്ടിക്സ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും റൈക്കാർഡിന്റെ മാനേജർ പാക്കാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ബൂസ്റ്ററിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ റൈക്കാർഡിന്റെ ഈ പറയുന്ന ലോ പാസ് വെച്ചിട്ടാണ് നമുക്ക് ഗെയിമിൽ വരുന്ന 10ഓളം പ്ലേയേഴ്സിനും യൂസ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് ഗെയിമിൽ മുഴുവനായിട്ടും നമുക്ക് ഇമ്പാക്ട് തരുന്ന ഒരു ബൂസ്റ്റർ നോക്കുകയാണെങ്കിൽ നമ്മുടെ റൈക്കാർഡിന് വരുന്ന ഈ പറയുന്ന ലോ പാസ് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ലോങ് ബോൾ കൗണ്ടറിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ബൂസ്റ്റർ തന്നെയാണ്. പക്ഷേങ്കിൽ മൊറീനോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ടാക്കിംഗ് ആണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ലോങ് ബോൾ കൗണ്ടറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ക്വിക്ക് കൗണ്ടർ പോലെയല്ല അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഡിഫൻസീവ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ടാക്ടിക്സ് ആണ് ഈ പറയുന്ന ലോങ് ബോൾ കൗണ്ടർ. അതുകൊണ്ട് തന്നെ ലോങ് ബോൾ കൗണ്ടറിന് ഒരു പ്രത്യേകിച്ച് ഒരു ബൂസ്റ്റർ അല്ലെങ്കിൽ ഡിഫൻസീവ് ആയിട്ടുള്ള ബൂസ്റ്ററും കാര്യങ്ങളൊന്നും പ്ലേയേഴ്സിന് വേണമെന്നില്ല. പ്ലേയേഴ്സിന്റെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഡിഫൻസീവ് ആയിട്ട് കുറച്ചുകൂടി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലായിരിക്കും. സോ നമുക്ക് ഗെയിമിൽ വരുന്ന ഈ പറയുന്ന സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് റൈക്കാർഡിന് തന്നെയാണ് നമുക്ക് ഗെയിമിൽ കുറച്ചും കൂടി ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുക. പക്ഷേങ്കിൽ ഈ പറയുന്ന ബൂസ്റ്ററും കാര്യങ്ങളൊന്നും നോക്കാതെ ജോസെ മൊറീനോ എങ്ങനെ ഗെയിമിൽ കളിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു പാക്ക് സൈൻ ചെയ്തതിന് ശേഷം ഒരു റിവ്യൂയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം. അതിന് മുന്നായിട്ട് നമ്മൾ ഒരു കാരണവശാലും തിരക്ക് പിടിച്ചിട്ട് ഈ ഒരു മാനേജറെ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. 83 ഡേയ്സോളം ഈ ഒരു പാക്ക് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റൈക്കാർഡിനെ ഓൾറെഡി സൈൻ ചെയ്ത ഒരാളും ഈ ഒരു പാക്ക് തീർച്ചയായിട്ടും സൈൻ ചെയ്യേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ത് കഴിഞ്ഞാലും നമുക്ക് ഗെയിമിൽ എങ്ങനെയാണ് കളിക്കുന്നത്, ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഈ ഒരു ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് അറ്റാക്കും അതുപോലെ തന്നെ ഡിഫൻസും കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ മാത്രമാണ്, റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല. സോ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് മാത്രം സൈൻ ചെയ്യാം. സോ ഗൈസ്, അതിൻ്റെ പേരാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.